എവരിവൺ, പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് ദിവസമായാലേ വീഡിയോ കിട്ടിട്ട്. അപ്പം ഞാൻ എൻ്റെ ഗാലറി കൂടി ഇങ്ങനെ തപ്പി നോക്കിയപ്പോഴത്തേക്കും അതിൽ ഫെബ്രുവരിയിലെ രണ്ട് ദിവസത്തെ വിഷ്വൽസ് കിടപ്പുണ്ടായിരുന്നു. അപ്പം അത് രണ്ടും കൂടെ ഞാൻ ക്ലബ് ചെയ്തിടാന്ന് വിചാരിച്ചു. ഒന്നെന്ന് പറയുന്നത് എൻ്റെ കോളേജിലെ എത്നിക് ഡേ ആണ്. അപ്പം അതിൻ്റെ ഒരു വീഡിയോ ഉണ്ട്. പിന്നെ ഇത് കൂടാതെ ഒരു കിഡിലൻ ഫുഡ് സ്പോട്ടിൻ്റെ ഒരു വീഡിയോ ഉണ്ട് കേട്ടോ. അപ്പം രണ്ടും കൂടെ ഞാൻ ക്ലബ് ചെയ്താണ് കേട്ടോ ഇടുന്നത്. അപ്പം ഞാൻ ഇപ്പോൾ കോളേജിൽ ഇപ്പം തൽക്കാലം ആരും വന്നിട്ടില്ല, കുറച്ച് പേരേ വന്നിട്ടുള്ളൂ. ഇവിടെ കൺസ്ട്രക്ഷൻ നടക്കുന്നേ ഉള്ളൂ കേട്ടോ. മുകളിലോട്ട് ഞങ്ങളുടെ കോളേജിൽ ഇപ്പോൾ കൺസ്ട്രക്ഷൻ നടക്കുകയാണ്. അപ്പോൾ അതാണ് കുറേ കണ്ട സംഭവങ്ങളൊക്കെ. ആദ്യത്തെ കുറച്ച് നേരം ഞങ്ങളുടെ ക്യാമ്പസിലായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ SHന്റെ മെയിൻ ക്യാമ്പസിലോട്ട് പോയി. അവിടെയായിരുന്നു എത്നിക് ഡേയുടെ ബാക്കി പരിപാടികൾ. ഇവിടെ പരിപാടിയൊന്നും സ്റ്റാർട്ടായിട്ടില്ല. പരിപാടി സ്റ്റാർട്ടാണെങ്കിൽ ഇനിയും കുറേ സമയമുണ്ട്. അപ്പം ഞങ്ങൾ ഇവിടെ ഇങ്ങനെ വീഡിയോ എടുക്കുന്ന അവൾ അറിഞ്ഞു പോലില്ല. എൻ്റെ ഫ്രണ്ട്സാണ് കേട്ടോ, ലവീന അഞ്ജവാൻ. അപ്പോൾ ഞങ്ങളിങ്ങനെ ചുമ്മാ വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ കുറേ സംസാരിച്ച് ചിൽ ഔട്ട് ചെയ്തും ഇരിക്കുവാണ്. പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് വിശക്കുന്നുണ്ട്. അപ്പോൾ എവിടെയെങ്കിലും കഴിക്കാൻ പോയാലോ എന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് ഞങ്ങളുടെ കോളേജിൻ്റെ അടുത്തായിട്ട് അവനുണ്ട്. അപ്പോൾ അവനിൽ പോയി ഞങ്ങൾ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. നല്ല തിരക്കായിരുന്നു. നമ്മുടെ ക്യാമ്പസിൽ തന്നെ എല്ലാവരും ആയിരുന്നു കേട്ടോ. അവിടെ ഫുള്ള് നമ്മുടെ ക്യാമ്പസിലെ പിള്ളേർ തന്നെയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എങ്ങനെയൊക്കെയോ ഒരു സീറ്റൊക്കെ കിട്ടി. എന്നിട്ട് ഞങ്ങൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തു. ഒരു കൂൾ കോഫി ഉണ്ടായിരുന്നു, എൻ്റെ ഫേവറേറ്റ്, എപ്പോഴും ഞാൻ വാങ്ങിക്കുന്ന കൂൾ കോഫി. പിന്നെ ഇവർ രണ്ടുപേരും ഇങ്ങനെ സ്നാപ്പൊക്കെ എടുത്ത് ഇങ്ങനെ കളിക്കുകയാണ്, ഓരോന്നൊക്കെ പറഞ്ഞ് ഭയങ്കര രസമായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ കൂൾ കോഫി ഞാനൊന്ന് ടേസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ഞങ്ങളുടേതായ കുറേ കോൺവെർസേഷൻ അവിടെ നടക്കുന്നുണ്ട്. അങ്ങനെ കൂൾ കോഫി കുടിച്ചു നോക്കി. അടിപൊളി കൂൾ കോഫി ആയിരുന്നു. നല്ല കോഫിയുടെ നല്ല ഫ്ലേവർ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ സാൻഡ്വിച്ച് വന്നു, ഫ്രൈസ് വന്നു, പോപ്കോൺ വന്നു, പിന്നെ ഒരു മോക്ടെയിൽ ഉണ്ടായിരുന്നു, പിന്നെ ഒരു ഹോട്ട് ചോക്ലേറ്റ് ഉണ്ടായിരുന്നു, പിന്നെ എൻ്റെ കൂൾ കോഫി. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ ഇന്നത്തെ ഉച്ചക്കത്തെ ലഞ്ച് എന്ന് പറയുന്നത്. പൂജയാണ് കേട്ടോ. എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് കേട്ടോ പൂജ. എൻ്റെ വീഡിയോസ് എല്ലാം കാണുന്ന ഒരാളാണ് പൂജ. അപ്പോൾ പൂജ ഇങ്ങനെ എന്തൊക്കെയോ പറയുന്നുണ്ട്. എൻ്റെ വീഡിയോയിൽ അത് വോയിസ് ക്ലിയർ ആയിട്ടില്ല. പിന്നെ ഇത് കുഞ്ചു. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും അവിടെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്.
ഡാൻസിന്റെ ഇടയിൽ ഞങ്ങളുടേതായ കുഞ്ഞു കുഞ്ഞു കോൺവെർസേഷൻസ് അടിപൊളിയായിരുന്നു. പ്ലസ് കുറച്ച് ഡാൻസ്. അങ്ങനെ ഞങ്ങളുടെ എത്നിക് ഡേ കഴിഞ്ഞു. ഭയങ്കര രസമായിരുന്നു. നല്ല ചൂടെടുക്കുന്നുണ്ട്, കാരണം നമ്മുടെ അവിടെ നല്ല വെയിലടിക്കുന്നുണ്ടായിരുന്നു ഒരു സ്പേസിൽ വരുമ്പോഴത്തേക്കും. പിന്നെ ഇത്രയും പിള്ളേരൊക്കെ നിൽക്കുമ്പോൾ നല്ല ചൂടുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങളുടെ എത്നിക് ഡേ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ. അടിപൊളിയായിരുന്നു. ഇന്നുണ്ടല്ലോ, ഇന്ന് ഞങ്ങൾ ഒന്ന് പുറത്തോട്ടൊക്കെ ഒന്ന് പോവാണ്. കുറച്ച് ആവശ്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ വിചാരിച്ചു ഒരു ഫുഡ് സ്പോട്ട് നിങ്ങളെ പരിചയപ്പെടുത്താം. അപ്പം നമുക്ക് അങ്ങോട്ട് പോയാലോ. ഇതാണ് ഞാൻ പറഞ്ഞ ആ ഫുഡ് സ്പോട്ട്, ചായ പീടിയ. ഭാഗത്തോട്ട് പോവാല്ലേ. അത്യാവശ്യം നല്ല ആംബിയൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. കണ്ട, നടന്നു പോകുമ്പോ തന്നെ മൊത്തം ലൈറ്റ്സ് ഒക്കെ ഇട്ടിട്ട് കൊള്ളാം. ഇവിടെ ഇങ്ങനെ പഴയ മിഠായി, പിന്നെ വേറെ എന്തൊക്കെയൊക്കെയോ മിഠായികളൊക്കെ വെച്ചിട്ടുണ്ട്, ക്യാൻഡീസ് ഒക്കെ. പിന്നെ കുറേ നല്ല സ്ഥലം, കഫേ തേങ്ങാക്കുല. ഇവിടെ ഒരു ചെറിയ സ്ലൈഡൊക്കെ ഉണ്ട് കേട്ടോ. വൈകുന്നേരം വരുന്നതാണ് അതിൻ്റെ ഒരു കറക്റ്റ് ആംബിയൻസ് ഫീൽ ചെയ്തിട്ടുള്ളൂ കേട്ടോ. ആ ലൈറ്റ്സ് ഒക്കെ ഓണാക്കി കഴിയുമ്പോൾ. ചായ, കട്ടൻ, ഐസ്ഡ് കോഫി, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ മുകളിലും സീറ്റിംഗ് ഏരിയ ഉണ്ട് കേട്ടോ. ഇവിടെ ഇങ്ങനെയാണ് നമുക്ക് സ്നാക്സ് ഒക്കെ കൊണ്ടുവരുന്നത് കേട്ടോ. ഒരു മുറത്തിലൊക്കെ ആയിട്ട് അടയുണ്ട്, പിന്നെ എന്തൊക്കെയോ ഉണ്ട്. ഇതെന്താണ്? ചീസ് ബോക്സ്. ഇത് മുട്ടപ്പത്തിരി. ചീസ് ബോക്സും എന്ത് സമൂസയാണ്? രണ്ട് ചിക്കൻ സമൂസ. ഇതെന്താണ്? ചിക്കൻ പത്തിരി. ഇത് അപ്പോൾ ഒരു ചിക്കൻ പത്തിരിയാണ്. ഒരു ചിക്കൻ പത്തിരിയും പിന്നെ മറ്റെന്താ? ഫ്രൈഡ് ബൺ. ഇത് ഇവിടുത്തെ ചീസ് ബോക്സ് ആണ്. ഇതാണ് ഇവിടുത്തെ ഏറ്റവും ഫേമസ് ആണ് കേട്ടിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു അതിൻ്റെ അകത്ത് ചീസ് ഫില്ലിംഗ് ആണെന്ന് തോന്നുന്നു. നോക്കാം നമുക്ക് എന്തായാലും. അപ്പോൾ ചീസാണ്, ചീസ് ഫില്ലിംഗ് ആണുള്ളത്. എല്ലാത്തിനും നല്ല ചൂടുണ്ട് കേട്ടോ. നല്ല ചൂടായിട്ടുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള സാധനം. കടിക്കുമ്പോൾ തന്നെ ക്രഞ്ചി ഫില്ലിംഗ് കിട്ടുന്നുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് ഇവിടുത്തെ മുട്ടപ്പത്തിരി എന്നാണ് പറഞ്ഞത്. എനിക്ക് തോന്നുന്നു അകത്ത് എഗ്ഗ് വെച്ചിട്ടുള്ള ഒരു ഇതാണെന്ന് തോന്നുന്നു. നോക്കാം. നല്ല സാധനമാണ്.
നമ്മൾ എഗ് പപ്സ് കഴിക്കത്തില്ലേ, അതിൻ്റെ വേറൊരു വേർഷൻ. മറ്റേത് അതിൻ്റെ ഒരു ഫ്ലേവറാണ് കിട്ടുന്നത്. ഇപ്പോൾ എഗ് പപ്സ് കഴിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു ഇതാണ്. കൊള്ളാം, നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്. ഇവിടെ കുറേ വെറൈറ്റീസ് ഓഫ് ചായ, കട്ടൻ, പിന്നെ ഐസ്ഡ് ആയിട്ടുള്ള ടീയും, പിന്നെ കോഫീസും, പിന്നെ കോഫിയും ഒക്കെ ഇഷ്ടംപോലെ വെറൈറ്റി ഓഫ് ഇതുണ്ട് കേട്ടോ. ഇപ്പോൾ കട്ടനൊക്കെ ആണെങ്കിൽ കുറേ വെറൈറ്റി ഉണ്ട്. എന്താ ഓറഞ്ച് കട്ടൻ, മുന്തിരി കട്ടൻ, അങ്ങനെ കുറേ ടൈപ്പ് ഉണ്ട്. ഇപ്പോൾ തൽക്കാലം ഞാൻ കോൾഡ് കോഫിയാണ് പറഞ്ഞിരിക്കുന്നത്, ന്യൂട്ടെല്ല കോൾഡ് കോഫിയും, പിന്നെ അമ്മ ഒരു മസാല ചായയാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പം കട്ടനൊക്കെ കുടിക്കാം നമുക്ക് പിന്നൊരു ദിവസം അല്ലേ. ഇവിടെ കുറേ വെറൈറ്റി ഒക്കെ ഉള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇത് ഇവിടുത്തെ ചിക്കൻ സമൂസയാണ്. കൊള്ളാം, ചെറിയ ചൂടുണ്ട്, അതുപോലെ നല്ല ക്രിസ്പി ഔട്ടറാട്ടോ, അങ്ങനെ നല്ല ഫില്ലിങ്ങും, നിറച്ചും ഫില്ലിങ് ഉണ്ട്. കൊള്ളാം. പറ്റൂ. താങ്ക് യു. എൻ്റെ ന്യൂട്ടെല്ല കോൾഡ് കോഫി നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ എവിടെ ചെന്നാലും ന്യൂട്ടെല്ല കണ്ടാൽ ഞാൻ അതേ വാങ്ങിക്കത്തുള്ളൂ. എന്നാലും ദാഹിച്ചിരിക്കുക, കുറച്ച് കുടിക്കാമല്ലേ. നല്ല ന്യൂട്ടെല്ലയുടെ ഫ്ലേവർ ഉണ്ട്. കോഫിയുടെ ഫ്ലേവർ ഇച്ചിരി കുറവാണ്, പക്ഷെ ന്യൂട്ടെല്ലയുടെ ഫ്ലേവർ നന്നായിട്ടുണ്ട്, അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം. ന്യൂട്ടെല്ല ഫ്ലേവർ ഉണ്ടല്ലോ. അടിപൊളി. ഇവിടുത്തെ നമ്മുടെ ചിക്കൻ പത്തിരി ഇതൊന്ന് നോക്കാം, ആദ്യം ഒന്ന് നോക്കാം. ചിക്കൻ ഫില്ലിംഗ് ഒക്കെയാണ് കേട്ടോ, കൊള്ളാം. നിറച്ച് ഫില്ലിംഗ് ഉണ്ട് കേട്ടോ ഇവിടുത്തെ എല്ലാത്തിനും. കൊള്ളാം, താങ്ക് യു. ഇതാണ് മസാല ടീ. നമ്മളിപ്പോൾ ചായപ്പീടിയയിലാണ് കേട്ടോ ഉള്ളത്. ചായപ്പീടിയ വരുന്നത് വൈറ്റിലയിലാണ് കേട്ടോ, നമ്മുടെ കൊച്ചി വൈറ്റിലയിലാണ് ചായപ്പീടിയ. അപ്പം ചായപ്പീടിയെന്ന് പേര് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇവിടെ ചായയും കടികളും മാത്രമേ ഉള്ളൂ, പക്ഷെ അങ്ങനെയല്ല. ഇവിടെ ചായ കടികളും ചായയും മാത്രമല്ല, അല്ലാതെ എല്ലാ ടൈപ്പ് ഫുഡും കിട്ടും. അതായത് അൽഫാം ആണെങ്കിൽ അൽഫാം കിട്ടും, പാൽക്കപ്പ കിട്ടും, പൊറോട്ട കിട്ടും, കിഴി പൊറോട്ട, അങ്ങനെ കുറേ ഐറ്റംസ് കിട്ടും ഇവിടെ. അപ്പോൾ ഒരു റെസ്റ്റോറൻ്റാണിത്, പക്ഷെ പേര് ചായപ്പീടിയ എന്നാണ്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തെറ്റിദ്ധരിക്കും ചിലപ്പോൾ ഒരു ചായയും കടികളും മാത്രമാണോ, പക്ഷെ അങ്ങനെയല്ല. ഇവിടെ പിന്നെ വരുമ്പോൾ രാത്രി വരുവാണെങ്കിൽ കുറച്ചും കൂടെ നന്നായിരിക്കും, കാരണം ആ വൈബ് അടിപൊളിയാണ്. ലൈറ്റ്സ് ഒക്കെ ഇട്ടിട്ട് കാണാൻ നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ വൈകുന്നേരം വരുമ്പം കുറച്ചും കൂടെ നല്ല വൈബിൽ നമുക്ക് ഫുഡൊക്കെ കഴിക്കാം. അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ ഇവിടെ തൽക്കാലം ഒരു ഈവനിങ് സ്നാക്ക് കഴിക്കാനൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ എന്തായാലും ഇവിടുത്തെ ഡിന്നറും കൂടെ ട്രൈ ചെയ്യും. പക്ഷെ ഇപ്പോഴായിരിക്കത്തില്ല, കുറച്ച് ഇനി നമുക്ക് ട്രൈ ചെയ്യാം. അപ്പം അത് ഡിന്നർ ടൈമിൽ എല്ലാവരും കൂടെ വന്നിട്ടൊന്നും ഇപ്പം അച്ഛനില്ല നമ്മളിവിടെ, അപ്പം അച്ഛനും കൂടെ ജോയിൻ ചെയ്ത് നമുക്ക് ഡിന്നറും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അല്ലേ.